ഒരു കാലത്ത് കോൺഗ്രസിന്റെ സ്വന്തമായിരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്നാൽ ഇന്നത് സംഘപരിവാർ കോട്ടയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനോട് കോൺഗ്രസിന് ഏറെ വൈകാരികമായ അടുപ്പവുമുണ്ട്. ഇന്ന് ഗാന്ധിയുടെ നാട് എന്നതിനേക്കാൾ മോദിയുടെയും അദാനിയുടെയും നാടായാണ് ഗുജറാത്ത് അറിയപ്പെടുന്നത്. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന തകർച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് 3.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. 1985 തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അവിടെ അവസാനമായി വിജയിച്ച് ഭരണം നേടിയത്. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്നതും BJP കുതിച്ചു കയറുന്നതുമാണ് കണ്ടത്. ഈ 36 വർഷത്തിനിടയിൽ കോൺഗ്രസ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് 2017 തെരഞ്ഞെടുപ്പിലാണ്. അന്ന് 77 സീറ്റുകളാണ് പാർട്ടി നേടിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് പോലും തോന്നിപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് ആ മികവ് നിലനിർത്താൻ കോൺഗ്രസിന് ആയില്ല. ജയിച്ചവരിൽ പലരും BJPയിലേക്ക് ചേക്കേറി. അങ്ങനെ 5 വർഷം കഴിയാറായപ്പോഴേക്കും അംഗബലം കാര്യമായി കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തകർന്നടിയുകയും ചെയ്തു. AAPയുടെ വരവാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അവിടെ ക്ഷീണിപ്പിച്ചത് എന്നത് മറ്റൊരു കാര്യം. ആകെ കിട്ടിയത് 17 സീറ്റുകൾ. ഇതിനോടകം തന്നെ 5ഓളം പേർ പാർട്ടിയിൽ നിന്ന് BJPയിൽ ചേർന്നു കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ബാക്കിയുള്ളവരിൽ പലരും ആ വഴി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. എന്തായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. BJPയെ നേരിടാനുള്ള തന്ത്രങ്ങൾക്ക് അണിയറയിൽ പാർട്ടി രൂപം കൊടുത്തു കഴിഞ്ഞു. രാജ്യത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിയുള്ള നീക്കമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനെ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ. ഏത് തെരഞ്ഞെടുപ്പിലും യുവാക്കൾക്കും വനിതകൾക്കും മതിയായ പരിഗണന നൽകണമെന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് രാഹുൽ. അത് കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതുമാണ്. രാജ്യത്തിന്റെ ഭാവി എന്ന് രാഹുൽ വിശേഷിപ്പിക്കുന്നത് യുവാക്കളെയാണ്. നാളെയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് അവരാണ്. യുവാക്കളുടെ പിന്തുണയില്ലാതെ ഒരു പാർട്ടിക്കും ഇനിയുള്ള കാലം തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. ഇത് രാഹുൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് രാഹുൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവുമായി ഉൾപ്പെടെ നിരന്തരം സംവദിക്കുന്നതും അവരുടെ നേതാവായി മാറിയിരിക്കുന്നതും. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവാക്കളെയാണ് തങ്ങളുടെ തുറുപ്പുചീട്ടായി കോൺഗ്രസ് കാണാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അമിത് ചബ്ദയും നിയമസഭയിലെ കോൺഗ്രസ് നേതാവ് തുഷാർ ചൗധരിയും അടുത്തിടെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. കഴിഞ്ഞ 1 വർഷമായി പാർട്ടിയിൽ പുനഃസംഘടന നടന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാനാണ് ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ജൻസികൾക്ക് കൂടുതൽ പരിഗണന നൽകാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലമുറ മാറ്റം ഉൾക്കൊണ്ട് കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2017 പ്രകടനവും പാർട്ടിയെ ഇത്തരത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അന്ന് സംസ്ഥാനത്ത് പട്ടേൽ പ്രക്ഷോഭം കത്തിപ്പടർന്ന സമയമായിരുന്നു. സമരത്തിന് നായകരായിരുന്ന ഹാർദിക് പട്ടേലും അൽപേഷ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയത് അന്ന് പാർട്ടിക്ക് കരുത്തു പകരുകയും ചെയ്തു. അൽപേഷ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ രണ്ടുപേരും BJP പാളയത്തിലേക്ക് പോകുന്നതാണ് കണ്ടത്. അതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രശ്നവും. പാർട്ടി ടിക്കറ്റിൽ ജയിച്ചു കയറുന്നവർ പിന്നീട് BJP ആകുന്ന കാഴ്ച. മാത്രവുമല്ല, സംസ്ഥാനത്ത് പാർട്ടിക്ക് എടുത്തു പറയത്തക്ക തലയെടുപ്പുള്ള നേതാക്കളുമില്ല. അതിനെല്ലാം പരിഹാരം കണ്ടുവേണം കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങാൻ. മറുവശത്ത് സ്വന്തം തട്ടകത്തിൽ മോദിയും ഷായും നയിക്കുന്ന BJPയെയാണ് നേരിടേണ്ടത്. ജയിക്കാൻ എന്ത് കളിയും കളിക്കുന്ന പാർട്ടിയാണ് BJP. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം 2017 പ്രചരണ സമയത്ത് കോൺഗ്രസിന് മേധാവിത്വമുണ്ടെന്ന് മനസ്സിലാക്കിയ മോദി ഹിന്ദു പ്രീണനം നടത്തിയാണ് അധികാരം ഒപ്പിച്ചെടുത്തത്. അന്ന് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ശക്തി ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ തലയെടുപ്പുള്ള നേതാവായ അഹമ്മദ് പട്ടേൽ ആയിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകും എന്ന വിദ്വേഷ പ്രചരണം നടത്തിയാണ് മോദി അന്ന് കളം പിടിച്ചത്. സംസ്ഥാന രാഷ്ട്രീയം വിട്ട് പ്രധാനമന്ത്രിയായ ശേഷമുള്ള ഗുജറാത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു അത്. തോറ്റാൽ അത് തന്റെ രാഷ്ട്രീയത്തിന് കൂടിയുള്ള തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മോദി അന്ന് തനി നിറം കാട്ടിയത്. എന്തായാലും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം കോൺഗ്രസ് ഇത്തവണ തന്ത്രമൊരുക്കേണ്ടത്.